വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ ചാനലത്തെ ഫസ്റ്റത്തെ ഒരു ലോങ് വീഡിയോ ആണ്. ലോങ് വീഡിയോ പറയാൻ മാത്രമല്ല ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോസാണ്. അപ്പോൾ ഞാൻ കരുതിയതൊന്ന് വ്ളോഗായിട്ട് എടുക്കാം. പിന്നെ ഈ കാണുന്നത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയൊരു പണിയാണ് ഗൈസ്, ഇത് 8ൻ്റെ പണി. ഈ ക്യാൻഡിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലേ വെച്ചിട്ടുള്ള തക്കടുവിൻ്റെ ഇതുവരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കൊരു അൺബോക്സിങ് ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആ ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം സ്പീക്കറാണ്. ഇത് കഴിഞ്ഞ സൂപ്പർ ഷോപ്പ് പോയപ്പോൾ എനിക്കൊന്ന് വാങ്ങി തന്നതായിരുന്നു. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ നോക്കണമല്ലോ, അങ്ങനെ ഞാൻ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഞാൻ നാട്ടിൽ നിന്നേ വിചാരിച്ചതിന് ഒരു മിനി സ്പീക്കർ വാങ്ങണം. ബട്ട് അവിടെ നിന്ന് നടന്നിട്ടില്ലെങ്കിൽ ഇവിടെ വെത്തേ എൻ്റെ ഉപ്പ അത് വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ അത് ഓണാക്കി അതിൽ പാട്ട് വെച്ച്, ആള് കാണാൻ ചെറുതാണെങ്കിലും നല്ലോണം സൗണ്ടുള്ള ഒരു അടിപൊളി സ്പീക്കറായിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ റെഡിയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഞാൻ എന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വിചാരിക്കും ഷീഗ്ലമിൻ്റെ ഈ ഒരു ബ്ലഷ്, ബട്ട് മറക്കലാണ്. ഞാൻ ഇനി ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് ഉപ്പയും എല്ലാവരും ആയിട്ടല്ല, ഞാനും ഉമ്മയും മാത്രമാണ് പോകുന്നത്. ബട്ട് നമ്മൾ ഷോപ്പ് വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ്. സോ അതുകൊണ്ട് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞാനും ഉമ്മയും നടന്നാണ് ഇത് പോകുന്നത്. പിന്നെ ഞാൻ കരുതി നടന്നുകൊണ്ടിരിക്കുമ്പം എന്നെ പരിചയപ്പെടുത്തി തരാമെന്ന്. എൻ്റെ പേര് ആയിഷ ഫിദ എന്നാണ്, ബട്ട് എന്നെ കൂടുതൽ ആൾക്കാരും ആയിഷ എന്നാണ് വിളിക്കല്. ഇതൊക്കെ പറയുന്നിടക്ക് നമുക്ക് സിഗ്നൽ കട്ട് ചെയ്യണ്ടേ. സിഗ്നൽ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ അത് റെഡ് കത്തോ ഇപ്പോൾ വണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഫാമിലൊക്കെ കയറണം എന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. ബട്ട് അതൊന്നും നടന്നില്ല ഗൈസ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ റെഡ് ടാഗ് എത്തിയിട്ട് റെഡ് ടാഗിൽ ഏകദേശം ഞാനൊരു 3-4 വട്ടം വന്നിട്ടുണ്ട്. പക്ഷേങ്കിലില്ലേ ഈ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോകാമെന്നല്ലാണ്ട് വേറൊരു സെക്ഷനിലേക്ക് ഞാൻ പോകലില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നപ്പോഴാണ് ഞാൻ ഇവിടെ കുറേ ഐറ്റംസൊക്കെ കണ്ടത്. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. സോ അങ്ങനെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഇവിടുത്തെ വ്ളോഗൊക്കെ ഇടണമെന്ന്. അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തപ്പോൾ ഇവിടുന്ന് ഒരു വ്ളോഗ് ആവണമല്ലോ, അങ്ങനെ ചെയ്യണ വീഡിയോസാണിത്. ഞാൻ കയറിയ പാടെ ഈ ബാഗാണ് എൻ്റെ കണ്ണിൽ ഉടക്കിയത്. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഉമ്മ ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് എടുക്കുക. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല, കാരണം എനിക്ക് ആ എലാസ്റ്റിക് ഇല്ല, എനിക്കത് ഇടാൻ എന്തോ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അവിടുത്തെ ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, ബട്ട് എനിക്കതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോഴേക്കിന്നെ ചതിച്ചത് എൻ്റെ ഫോണാണ്, ഒരൊറ്റ സ്വിച്ച് ഓഫ് ആവില്ല, പിന്നെ ഒരു ഓപ്ഷനും ഇല്ലല്ലോ. അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നൊക്കെ ഇതിൽ മിസ്സായിട്ടുണ്ട്. ബട്ട് എന്നാലും കുറേയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഞങ്ങൾ ഈ ചെരുപ്പിൻ്റെ സെക്ഷനിൽ എത്തിയിട്ട് എൻ്റെ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് ഈ വൈറ്റ് വാങ്ങണോ എന്ന് നോക്കുമ്പോൾ അത് കിഡ്സിൻ്റെ താടാ, എനിക്ക് എങ്ങനെ കയറാൻ ആ ചെരുപ്പൊക്കെ. അതുകൊണ്ട് പിന്നെ അതൊക്കെ അവിടെ വെച്ചു. ഞങ്ങൾ നേരെ വീണ്ടും ഡ്രസ്സിൻ്റെ സെക്ഷനിൽ തന്നെയായിരുന്നു ചുറ്റി കളിച്ചത്. ഈ ഡ്രസ്സിൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിക്കണേ. അപ്പം എൻ്റെ അനിയത്തിക്ക് ഇത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഉമ്മ ഉള്ളത്. ബട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ല, എങ്ങാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആരും അത് ഇടൂല. പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ മുന്നേ റെഡ് ടാഗിൽ പോയിട്ടുണ്ടെന്ന്, അപ്പം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു ഭംഗിയുള്ള ഡ്രസ്സും ഇല്ല. ഞാൻ കുറേ നല്ല ഡ്രസ്സ് ഉണ്ടെന്നൊക്കെ പ്രതീക്ഷിച്ചു ഇതല്ലേ വരുന്നത്, ബട്ട് ഇപ്രാവശ്യം ഒട്ടും കളക്ഷൻസ് ഇല്ല. അതായത് എനിക്ക് തൃപ്തിയാവുന്ന ഡ്രസ്സൊന്നും ഞാൻ കണ്ടില്ല. ബട്ട് ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ട്, അത് ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ഈ ഒരു സെക്ഷനിലെത്തി. ഈ പാത്രത്തിൻ്റെ സെക്ഷനിലെത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉമ്മക്ക് എന്തില്ലാത്ത സന്തോഷമാണ് ഗൈസ്. അവിടെ എത്ര ടൈം ആണെങ്കിലും ഉമ്മ സ്പെൻഡ് ചെയ്തോളും. ഞാനും ഇതുപോലെ തന്നെ കേട്ടോ. ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനത്തെ സ്ഥലത്താണ് ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുക. പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കാണുമ്പോഴല്ലേ എൻ്റെ ഉപ്പ എനിക്ക് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈം ഉണ്ടാവില്ല, ആ ഒരു ടൈമിൽ കൊണ്ടുതന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ആ ഒരു ടൈമിലേക്ക് ഞാൻ അങ്ങ് പോയി അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ഈ തെമു ഷീനൊക്കെ അല്ലേ ഇവിടുത്തെ ഓൺലൈൻ സ്റ്റോർ, അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ച്. പക്ഷേങ്കിൽ അവിടെ പ്രൈസ് കുറവാണെങ്കിലും ഡെലിവറി ചാർജ് അത് ഇതൊക്കെ ആകുമ്പോൾ നല്ല എക്സ്പെൻസ് ആവും. അങ്ങനെ കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കണം എന്തായാലും വാങ്ങണമെന്ന്. ബട്ട് ഇപ്രാവശ്യം പോയപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷേങ്കിൽ വേറൊരു ദിവസം പോയിട്ട് അത് വാങ്ങണമെന്നുണ്ട്. ഈ ഒരു ഐറ്റമും പിന്നെ ഈ ഒരു ഐറ്റം എന്തായാലും എനിക്ക് വാങ്ങണമെന്നുണ്ട്. കാരണം ഞാനിങ്ങനെ ഈ തെമൂലിൽ ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ച സാധനമാണ്. അപ്പോൾ പിന്നെ എന്തായാലും അത് പോയിട്ട് വാങ്ങണം. പിന്നെ ഇങ്ങനത്തെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഭയങ്കര സ്മെല്ലുള്ളതാടാ, എൻ്റെ കാക്ക ദുബായിൽ നിന്ന് കൊണ്ടുവന്നതിനും വീട്ടിലേക്ക്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഡൈനിങ് ഹാളിലൊക്കെ വെക്കുമ്പോഴേക്ക് അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലായിരുന്നു. അപ്പം നല്ലൊരു സ്മെല്ലുള്ള ഐറ്റംസ് ഒക്കെ തന്നെ അത്. പിന്നെ ഇങ്ങനത്തെ കുറേ നല്ല നോട്ട്സ് കണ്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. വാങ്ങണം എന്നിങ്ങനെ മനസ്സിലുണ്ടെങ്കിലും ഓൾറെഡി ഇപ്പോൾ കയ്യിലുണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചത് എന്തിനാണ് നല്ലോണം പൈസ ചിലവാക്കുന്നത്, അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നും വാങ്ങിയില്ല, ബട്ട് കണ്ട് ആസ്വദിച്ചു. പിന്നെയെന്ന് പറയുന്നത് ഈ ഷോപ്പൊന്നും അല്ല, അത് ഭയങ്കര ചെറിയൊരു ഷോപ്പാണ്. പക്ഷേങ്കിൽ ഇതിലും വലിയ ഈ ക്രാഫ്റ്റ് ഐറ്റംസും അതും ഇതൊക്കെ ഉള്ള വലിയ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും പോകണം വ്ളോഗൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സ്റ്റാർട്ടിങ് ഇതിലാവാമെന്ന്. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പം നിങ്ങളെ സജഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നെക്സ്റ്റത്തെ വ്ളോഗിൽ അത് ബെറ്റർ ആക്കല്ലോ. അതുകൊണ്ട് നിങ്ങളെ കമൻറ്റ് എന്തായാലും മറക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയട്ടോ.
പിന്നെ ഈ കാണുന്നതൊക്കെ കിഡ്സിൻ്റെ സെക്ഷനാണ്. ബട്ട് നമുക്ക് ആ ഏരിയ ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അത് വിട്ടിട്ട് നേരെ ആക്സസറീൻ്റെ സെക്ഷനിലൊക്കെ പോവാം. ഞാൻ ഈ പണ്ടൊക്കെ പറയുന്നതാണെങ്കിൽ ഭയങ്കരമായിട്ട് ഈ കമ്മൽ മാല അങ്ങനത്തെ ഒക്കെ ഇടായിരുന്നേ. ബട്ട് ഒരു ടൈം കഴിഞ്ഞതേ പിന്നെ ഇങ്ങനത്തെ യാതൊരു വിധ സാധനം ഇടലായിരുന്നു. സ്വർണ്ണത്തിൻ്റെ തന്നെ ഞാൻ ഇടൂലായിരുന്നു, എനിക്കിഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടല്ലോ, ഈ കാണുന്ന മാലയും കമ്മലൊക്കെ ഡ്രസ്സിന് മേച്ചിട്ടില്ല അങ്ങനത്തെ ആക്സസറീസൊക്കെ ഇപ്പോൾ കുറച്ച് ഇടലുണ്ട്. ഇതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണടാ ഞാൻ നാട്ടിൽ നിന്ന് മീഷോന്ന് വാങ്ങി കമ്മലിൻ്റെ സെറ്റ് കാണുന്നത്. ഇതിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ എന്നുള്ളൊരു ഇത് വന്നു എനിക്ക്. പിന്നെ വീണ്ടും കിഡ്സിൻ്റെ സെക്ഷനാണ്. പിന്നെ ആക്സസറീസൊക്കെ കാണാൻ, കിഡ്സിൻ്റെ ഡ്രസ്സും ആക്സസറീസൊക്കെ കാണാൻ നല്ല ഭംഗിയല്ല, ബാഗും കാണാൻ എന്തോ ഒരു ക്യൂട്ടാണ്. അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കലാണ് എൻ്റെ മെയിൻ ഹോബീസ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം എല്ലായിടത്തും സ്പെൻഡ് ചെയ്യലാണ് എൻ്റെ മെയിൻ പണി. ഈ ഷോപ്പിൽ മൊത്തം ഞാനൊന്ന് സ്പെൻഡ് ചെയ്തിട്ടും ഈ പെർഫ്യൂമിൻ്റെ സെക്ഷനാണ് ഞാൻ ഈ ഓഫർ ഉള്ളത് കണ്ടത്, ബാക്കിയൊന്നും കണ്ടില്ല. പിന്നെ കണ്ടതാണ് ഈ സ്ക്വിഷ് മെലോസ്. ഞാൻ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് വാങ്ങിത്തരുമോ എന്ന്. അപ്പം എൻ്റെ ഉമ്മ പറയുന്ന ആൻസർ നിങ്ങൾ കേൾക്കുന്നു. ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട്. ബട്ട് വാങ്ങിത്തരില്ല എന്നാണ് ഒരൊറ്റടിക്ക് പറഞ്ഞത്. പക്ഷേങ്കിൽ ഞാൻ വാങ്ങാൻ മതിയാവും, കാരണം എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ. എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല ഗൈസ്, എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. പിന്നെ ലേഡീസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മേക്കപ്പ് സെക്ഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ബട്ട് എനിക്ക് മേക്കപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ലിപ്സ്റ്റിക്കും ബ്ലഷും ആണ്. അതില്ലാണ്ട് എനിക്ക് ഒന്നും ശരിയാവില്ല. ബാക്കിയുള്ള സാധനം എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ലെങ്കിലും ബട്ട് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ അതിലങ്ങനെ ചുറ്റി ഇറങ്ങാൻ നേരമാണ് നമ്മൾ ഈ കുട്ടി സിംഹത്തിനെ കണ്ടത്. സിംഹം എന്നൊന്നും വിളിക്കാൻ തോന്നിയില്ല എന്നെ കണ്ടിട്ട്. സോ ഇത്രയൊക്കെയുള്ള വീഡിയോസ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സജഷൻസ് എന്തായാലും നിങ്ങൾ പറയാൻ ഇഷ്ടമായിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഒന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം.